ഫെബി, ഈ പ്രോപ്പർട്ടിന്റെ വില എത്രയാണെന്നറിയോ ഇപ്പോ? പണ്ട് എന്റെ ഉപ്പ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇത്ര ടെൻഷൻ അടിക്കണ്ടായി. എടാ ഷാസിലെ, ഇതല്ല ബേബി, സുഖല്ലേ? അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ പ്രോപ്പർട്ടി വാങ്ങാന്ന് വിചാരിച്ചടാ, പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റൂലടാ. അത് പറ്റി. എങ്ങനെ വാങ്ങാണ്ട? പണ്ടില്ലേ ഈ പ്രോപ്പർട്ടിന്റെ വില വെറും 300,000. അപ്പൊ എല്ലാരും ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കോ. അന്ന് ഉപ്പ ഇത് വാങ്ങിയിട്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പൊ വാങ്ങിയാല്? ഇപ്പൊ ഈ പ്രോപ്പർട്ടിന്റെ വില എത്ര അറിയോ? 3 മില്യൺ ദിർഹംസാണ്. ഇപ്പൊ എങ്ങനെയാ വാങ്ങാ? ഫാമിലി റെസ്പോൺസിബിൾ. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ എക്സ്പെൻസിൽ നല്ല കൂടുതലല്ലേ. അത് നീ പറഞ്ഞ കറക്റ്റ് ആട്ടോ. ഈ എക്സ്പെൻസ് കൂടിയ കാരണം നമ്മുടെ ഫാമിലി ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടും. ഇന്ന് ആലോചിച്ച് നോക്കി, 15 വർഷം കഴിഞ്ഞ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്ര ആയിരിക്കുന്നു? ഒരു 10 മില്യന്റെ മുകളിലേക്ക് വരും. നിന്റെ മോൻ വലുതായി കഴിഞ്ഞാൽ അവനും ഇത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുക, എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന്. കുറെ കാലം കഴിഞ്ഞിട്ട് ഇതേ സ്ഥലത്ത് അവനും വന്ന് നിന്നിട്ട് പറയും, എന്റെ ഉപ്പ ഇത് മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനക്കറിയില്ലല്ലോടാ അന്നത്തെ നിന്റെ റെസ്പോൺസിബിലിറ്റിയും നിന്റെ എക്സ്പെൻസും എന്തായിരുന്നു. എല്ലാ ടൈമിലും അതിന്റേതായ റെസ്പോൺസിബിലിറ്റിയും എക്സ്പെൻസും എല്ലാം ഉണ്ടല്ലോടാ. സ്വന്തം ഉപ്പയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യ? അതൊക്കെ വിട്. നീ ഈ ബൈ ഹോംസ് എന്ന ആപ്പ് കണ്ടോ? ഇത് ഡൗൺലോഡ് ചെയ്യും. ഇതിനകത്ത് യുഎയിലുള്ള കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ലിസ്റ്റഡ് ആണ്. നീ ഇപ്പൊ കൊടുക്കുന്ന റെന്റ് ഇല്ലേ, അത് കൊടുത്ത് ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ നിനക്ക് ഫ്ലാറ്റ് എടുക്കാം. ഏതാപ്പാ ഇത്? ബൈ ഹോംസ് UK. എടാ അതെ, നീ തുറന്ന് വാങ്ങി വെച്ചു, ഇല്ലെങ്കിൽ നിന്റെ മോനും ഇതേപോലെ തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. കറക്റ്റ് അല്ലേ?